എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യമൊക്കെ എന്താ മാം പറയാനെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ നീറ്റിന് ഡ്രസ് കോഡിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ഡൂസും ഡോൺസും ഉണ്ട് അതിൻ്റെ ഒരു കാര്യം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത്. ഓക്കെ, യെസ്, നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ് കോഡിനെ കുറിച്ച്. പക്ഷേ ന്യൂ അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മളപ്പോൾ അത് അൺലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ഇയറിൽ 2022 നീറ്റിൻ്റെ പിറ്റേന്ന് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ വന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, നീറ്റ് 2022 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫോഴ്സ് ടു റിമൂവ് ഇന്നർവെയർ ബിഫോർ നീറ്റ് എക്സാം ഇൻ കേരള സെൻറ്റർ. ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചെവിയിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നത് കാണാം. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, എങ്ങനെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഫ്രിസ്കിങ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. ചെക്കിങ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ മുന്നേ, ഇപ്പോൾ ഇത്ര നേരത്തെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ ഡ്രസ്സ് ഇടണം, എങ്ങനത്തെ ചെരുപ്പിടണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനാണ്. അറിയാതെ നമ്മൾ ആ എക്സാമിൻ്റെ അന്ന് രാവിലെ പോയിട്ട് ആവശ്യമില്ലാത്ത തലവേദനകൾ നമ്മൾ വാങ്ങി വെക്കരുത്. ഓക്കെ, യെസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ യെസ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. യെസ്, ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ NTA സൈറ്റിലുള്ള നമ്മുടെ neet.nta.nic.in വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ് ഈ കാണുന്നത്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ 46 പേജ് നമ്പർ 46 നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാൻ പറ്റും. യെസ്, ഓക്കെ, യെസ്, ബാർഡ് ഐറ്റംസും ഡ്രസ് കോഡും ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ബാർഡ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട് കമ്പൽസറി ഫ്രിസ്കിങ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, അപ്പോൾ അത് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് നീറ്റ് വന്നത് ഞങ്ങൾ എഴുതുന്ന സമയത്താണ്. ആ സമയത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കിങ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ പോയ സമയത്ത് പല കുട്ടികളുടെയും പാൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ ഊരി വെക്കാൻ പറഞ്ഞു. കാരണം അതൊന്നും പാടില്ല, അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വേറെ ആർക്കും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ എടുക്കണമെന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് രാവിലെ പോയിട്ട് നമ്മളോട് അങ്ങനെ അതെന്തിനായിട്ട് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു സംശയമായിട്ട് നമ്മുടെ അടുത്ത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ദിവസം മൊത്തം ആ ഒരു എക്സാമിൻ്റെ മുന്നേ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ നമ്മളോട് അത് ഊരിവെക്ക് ഇത് ഊരിവെക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സാമിൽ ഇതൊന്നും റിഫ്ലക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പേജ് നമ്പർ 46 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ പേജ് നമ്പർ 46 നമുക്കിതെല്ലാം കാണാൻ പറ്റും. കമ്പൽസറി ഫ്രിസ്കിങ് ഉണ്ടായിരിക്കും, ഹൈലി സെൻസിറ്റീവ് മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. പെന്ന്, ബിറ്റ്സ് ഓഫ് പേപ്പർ, ജിയോമെട്രി പെൻസിൽ ബോക്സ്, പെന്ന്, സ്കെയിൽ, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്, ഇറേസർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാനായിട്ട് പാടില്ല. ലോഗ് സ്കെയിൽ ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്ക് എക്സാമിന് ലോഗ് സ്കെയിലും കാൽക്കുലേറ്റേഴ്സും ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ നീറ്റിന് നിങ്ങൾ അതൊന്നും കൊണ്ടുപോകരുത്, അതൊന്നും അവിടെ കേട്ടില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയാൽ തന്നെ അത് നിങ്ങൾ റിസ്കിലായിരിക്കും അവിടെ വെക്കേണ്ടി വരിക. ഓക്കെ, യെസ്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ഫ്രീ ആയിട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, ഇയർ ഫോൺസ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. പിന്നെ
വാളറ്റ്, ഗോഗിൾ, ഹാൻഡ് ബാഗ്, ബെൽറ്റ്, ക്യാപ്പ് ഇങ്ങനത്തെ ഒരു ആക്സസറീസും കൊണ്ടുപോകരുത്. ഓക്കെ, എക്സാമിന് പോകുന്ന സമയത്ത്. ദെൻ വാച്ച്, റിസ്റ്റ് വാച്ചും ബ്രേസ്ലെറ്റും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോവുക. കാരണം മെറ്റൽസ് ഒന്നും അങ്ങോട്ട് കയറ്റില്ല. ഓക്കെ, അപ്പോൾ നല്ല എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ട് വല്ല മെറ്റൽസ് ഒക്കെയാണ് നിങ്ങൾ ഓർണമെന്റ്സ് ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളോട് അത് ഊരി വെക്കാൻ പറഞ്ഞത് ഭയങ്കര റിസ്ക് ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടി വരിക. അതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളിൽ റിസ്ക് എടുക്കാതെ എല്ലാം ഊരി വെച്ചിട്ട് മാത്രം പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. പിന്നെന്താ പറഞ്ഞത്, നമ്മൾ വാട്ടർ ബോട്ടിലും ഫുഡ് ഐറ്റംസും ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. വാട്ടർ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെന്നും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്ടർ ബോട്ടിൽസും ഫുഡ് ഐറ്റംസും ഒന്നും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. യെസ്. പിന്നെന്താ പറഞ്ഞത്, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു 12 to 12:30 കൂടി നിങ്ങളെ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഈസി ആയിട്ട് നിങ്ങളെ ഈ ഒരു ഫ്രിസ്കിങ്ങും എല്ലാം നിങ്ങളുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് കൂൾ ഡൗൺ ആവാനുള്ള സമയം, ഓക്കെ, ഒരു കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ റഷിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ എന്താ പറയുക, ഈ ഒരു അരോചകമായിരിക്കും നമുക്ക് ആ ചെക്കിംഗ് ഒക്കെ കാണുമ്പം. കാരണം അവർക്കത് ചെയ്തേ പറ്റൂ. ഓക്കെ, അത് റൂളാണ്. നമ്മൾ അത്രയും ചെക്കിങ് ചെയ്തിട്ട് മാത്രമേ ആ കുട്ടീനെ ആ എക്സാം വിടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നേരത്തെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ചോ, പ്രശ്നമല്ല. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് പറയുന്നത്. ആൻഡ് ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോർണിംഗ് നിങ്ങൾ പോകുന്ന സമയത്ത് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് മാത്രം പോവാം. നിങ്ങൾക്ക് ഒരുപാട് 3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ വിശന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. ഓക്കെ, നമുക്ക് നല്ല ഇനഫ് എമൗണ്ട് ഓഫ് ഫുഡും ഗ്ലൂക്കോസും എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എക്സാം നല്ലോണം എഴുതണമെങ്കിൽ നിങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ഓക്കെ, നിങ്ങൾക്കറിയാം ആ ഒരു ഫുഡിൻ്റെ ടൈമിലാണ് നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിശക്കും. അതുകൊണ്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എത്തണം. ആൻഡ് ഓൾസോ നിങ്ങൾ കസ്റ്റമറി ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സേ ഞാൻ ഇടുള്ളൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും 2 മണിക്കൂർ മുന്നേ അവിടെ എത്തിയിരിക്കണം. കാരണം നിങ്ങൾക്ക് കൂടുതൽ ചെക്കിങ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെക്കിങ്ങും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അവരിടണം എന്നുള്ള കുട്ടികൾ എന്തായാലും നേരത്തെ ചെല്ലുക. എന്നിട്ട് പറയാം ഇന്നയും കാരണങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്, മറ്റേ ഡ്രസ്സ് എനിക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഫുൾ ചെക്കിങ് നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഉള്ളിലേക്ക് വിടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും ലേറ്റ് ആയിട്ട് അങ്ങനത്തെ കുട്ടികൾ പ്രത്യേകിച്ച് എത്തരുത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചെക്കിങ് കുറച്ച് കൂടുതലായിരിക്കും. ചെക്കിങ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഗെയിൻ ഞാൻ പറയുന്നു പേടിപ്പിക്കല്ല. നിങ്ങൾ എല്ലാവരും ഇടുന്ന പോലത്തെ ഡ്രസ്സ് ആവില്ല നിങ്ങൾ ഇടുന്നത്, കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ചെക്കിങ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നേരത്തെ അവിടെ എത്താനായിട്ട് എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി ഡ്രസ്സ് ഇടുന്ന കുട്ടികളെ എന്തായാലും നേരത്തെ എത്താനായിട്ട് നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണ്. ഈ കാര്യമൊക്കെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരും. എന്തൊക്കെയാണ് പാടുള്ളത് പാടില്ലാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും, എന്തൊക്കെയാണ് ഇടേണ്ടത്. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമുക്ക് ഇടാൻ പാടുള്ളത് പാടില്ലാത്തത് എന്നുള്ള കാര്യം. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നിർത്തിയത്. ഇനി നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് ഡൂസ് എന്തൊക്കെയാണ് ഡോൺസ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡൂസും ഡോൺസും. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് ഡൂസ് എന്തൊക്കെയാണ് ഡോൺസ് എന്നാണ് നോക്കുന്നത്. സ്പെക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ അത് ഊരി വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സ്പെക്സ് യൂസ് ചെയ്യാം. ഇയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റണം. ഒരു എക്സാമിനാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ആൻഡ് പിന്നെ ലെൻസ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ലെൻസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ടാറ്റു അടിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ എക്സാം പറഞ്ഞിട്ട് ആ ടാറ്റു പോയി മാറ്റാൻ
പറ്റില്ല. അതുകൊണ്ട് ടാറ്റു നിങ്ങൾക്ക് അലൗഡ് ആണ് അവിടെ. പിന്നെ ഇയറിംഗ് എയ്ഡ്സ് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ മുന്നേ വല്ലതും പറ്റിയിട്ട് പ്ലാസ്റ്റേഴ്സ് എങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റേഴ്സും അലൗഡ് ആണ്. പക്ഷേ ആ പ്ലാസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ ഒന്നും എഴുതി വെക്കാതെ, അല്ലെങ്കിൽ ചില കുട്ടികൾക്കുണ്ട് പ്ലാസ്റ്റർ ഇടുമ്പം അതിന്മേൽ ഓരോ പണിയെടുക്കുന്ന ഒരു സ്വഭാവം, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം വൃത്തിയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. പ്ലാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, അത് അലൗഡ് ആണ്, ഉള്ളിലേക്ക് അവർ കയറ്റും. കാരണം നിങ്ങൾക്ക് ആ ഒരു എക്സാം സമയത്ത് പ്ലാസ്റ്റർ ഊരിയിട്ട് പോകാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? എന്തെങ്കിലും വല്ല ബോണിന് വല്ല സംഭവിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ പ്ലാസ്റ്റർ വെച്ചിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡോൺസ്, ഒരു ബിഗ് നോസ് ആണ് ഇതെല്ലാം. നമ്മുടെ സൺഗ്ലാസ് പാടില്ല, നമ്മളവിടെ ഫാഷൻ ഷോക്കല്ലല്ലോ പോകുന്നത്, എക്സാമിനാണല്ലോ. അപ്പോൾ സൺഗ്ലാസ് പാടില്ല, ഹെയർ ബാൻഡ്സ് പാടില്ല, മുടി കെട്ടിയിട്ട് പോകരുത്. ഓക്കെ, മുടി കെട്ടാൻ പാടില്ല, ഹെയർ ബാൻഡ്സും നമ്മുടെ ബണ്ണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മുടി കെട്ടണ്ട, നിങ്ങൾ മുടി അഴിച്ചിട്ട് പോയിക്കോളൂ. കാരണം അത്രയും നിങ്ങൾക്ക് ഫ്രീ ആയി, നിങ്ങളെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഹെയർ ബാൻഡ്സ് പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും കല്യാണം ഉണ്ടെങ്കിൽ ആരും ദയവ് ചെയ്തിട്ട് ഹെന്ന ഇടരുത്. കാരണം നിങ്ങൾ ആ ഹെന്ന ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? യെസ്, ഹെന്ന അലൗഡ് അല്ല. അതുപോലെ നോസ്പിനുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് പോകാൻ നോക്കുക. നോസ്പിനൊക്കെ നമ്മൾ മറന്നു പോവും. ഇയറിങ്സും നോസ്പിനൊക്കെ നിങ്ങൾ ഊരി വെക്കണം. ചെയിൻ ഉണ്ടായിക്കോട്ടെ, ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, നോസ്പിൻ ആയിക്കോട്ടെ, ഇയറിങ്സ് ആയിക്കോട്ടെ, എല്ലാം ഊരി വെച്ചിട്ട് മാത്രം നിങ്ങൾ പോവാം. ഓക്കെ, യെസ്, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഷൂസ് അലൗഡ് അല്ല. ഷൂ ഇട്ടിട്ട് എക്സാം സെന്ററിൽ പോവരുത്. പകരം നിങ്ങൾ വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ് നോർമൽ സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവിടെ ആരും നമ്മളെ കാണാനില്ല, നമ്മൾ എന്തിട്ട് ചെന്നാൽ എല്ലാവരും അങ്ങനെ ഒരു ലുക്കിലായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിട്ട ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാനിപ്പോൾ ഇതിട്ട അവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളെ മെൻ്റൽ പീസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും സിമ്പിളായിട്ട് പോകുന്ന അത്രയും ഈസി ആയിട്ട് നിങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് പോവാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സ്ലിപ്പേഴ്സ്, വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ് ഇട്ട് പോകാൻ പറ്റുമെങ്കിൽ അതിട്ടിട്ട് പോവാം നിങ്ങൾ. കാരണം അത്രയും ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സ് പോയിക്കോളും. പിന്നെ മെറ്റൽസ് ഒന്നും ഉള്ള ചെരുപ്പൊന്നും ഇടണ്ട, അത് റിസ്ക് ആണ്. ഐ മീൻ ഈ ക്ലച്ചസ് ഒക്കെ ഉള്ള എന്താ പറയുക മെറ്റലിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. ക്ലിയർ? യെസ്. പിന്നെ എന്താ ഉള്ളത്, നമ്മുടെ ഡ്രസ്സിൻ്റെ കേസ് പറയുന്ന സമയത്തുള്ള നമുക്ക് എന്തൊക്കെ ഇടണം, നമ്മളോട് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറയുന്നത് അവർ ലൂസ് പജാമാസ് ഇടാനാണ് പറയുന്നത്. ലൂസ് ആയിട്ടുള്ള വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകാമെന്നാണ് പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹാഫ് സ്ലീവ് ആയിരിക്കണം. ഹാഫ് സ്ലീവ് ആണ് നമ്മുടെ ഡ്രസ് കോഡിൽ പറയുന്നത്. ഇനി എനിക്ക് ഹാഫ് സ്ലീവ് ഇടാൻ പറ്റില്ല, എനിക്ക് 3/4 ഫുൾ സ്ലീവോ ഇടണം എന്നുള്ള നിർബന്ധമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമറി ഡ്രസ്സ് ഇട്ടിട്ട് നേരത്തെ നിങ്ങൾ അവിടെ പോയിട്ട് അവരോട് നിങ്ങളുടെ കാര്യം ബോധിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, എനിക്ക് പറ്റില്ല, ഹാഫ് സ്ലീവ് ഇടാൻ എനിക്ക് കഴിയില്ല, ഞാൻ 3/4 ഫുൾ സ്ലീവ് ഇടുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ പ്രോപ്പർ ചെക്കിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് വിടുള്ളൂ. എഗെയിൻ ഞാൻ പറയുന്നു 2 hours ബിഫോർ എങ്കിലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, പിന്നെ നിങ്ങൾ ടീഷർട്ട്സ് ആണ് ഇടേണ്ടത്. ടീഷർട്ട് ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. ടീഷർട്ട് ഇടുന്ന സമയത്ത് കോളറുള്ള ടീഷർട്ട് ഇടാനായിട്ട് പാടില്ല. വീനക്കോ റൗണ്ട് നെക്കോ ഉള്ള ടീഷർട്ട്സ് ഒക്കെ നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. പിന്നെ 3/4 സ്ലീവ് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ കൂടുതൽ പ്രിൻസ് ഉള്ള ഡ്രസ്സാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പ്രിൻസ് ഉള്ള ഡ്രസ്സ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ റൈറ്റിങ്സ് ഒക്കെ ഉള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ ടീഷർട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഏറ്റവും നല്ലത് നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇതിനായിട്ട് എടുക്കുന്നതായിരിക്കും. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട് ഇട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കാരണം പ്ലെയിൻ ടീഷർട്ടിലാണെങ്കിൽ പിന്നെ അതിലും അവർക്കൊന്നും ചെക്ക് ചെയ്യാനില്ല. ഓക്കെ, നിങ്ങൾ പ്രിന്റഡ് ടീഷർട്ട്സും അതുപോലെ തന്നെ എന്തെങ്കിലും എഴുത്തൊക്കെ ഉള്ള ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാൽ അവർക്ക് വീണ്ടും കൺഫ്യൂഷൻസ് അവിടെ അറൈസ് ചെയ്യാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്സ് ഇട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ? യെസ്. ആൻഡ് ടൈറ്റ് പാൻസും ലെഗിങ്സും ജീൻസും ഒന്നും ഇടരുത്. നമ്മുടെ സിപ്പുള്ള ഡ്രസ്സ് ഇടരുത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കാരണം ഞാനിത് പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്തിട്ട് മാം ഞാൻ അങ്ങനെ പോയി എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് പറഞ്ഞതാണ് അങ്ങനത്തെ ഒന്നും ഇടരുത് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അവിടെ പോയിട്ട് എൻ്റെ സിപ്പ് പൊട്ടിച്ചു, അത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് അവരുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും നമ്മളായിട്ട് റിസ്ക് അവിടെ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. യെസ്. അപ്പോൾ അത്രയാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുള്ളത്.
ആൻഡ് ഇനി നിങ്ങൾക്കൊരു ഡൗട്ടും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നീറ്റ് ഡ്രസ് കോഡിൻ്റെ കാര്യം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്ത് ഡൗട്ടാണെങ്കിലും നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ PDF ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് നോക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു ഡ്രസ് കോഡ് ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഫർമേഷൻ ബുള്ളറ്റിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്ന സമയത്ത് അതിലും അവർ ഈ ഡ്രസ് കോഡിനെ പറ്റി പറയും. അതും നിങ്ങൾ നല്ലോണം വായിച്ചു നോക്കുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പുതിയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഇടുന്ന PDFs നോട്ട്സും ഒക്കെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നമ്മൾ നീറ്റിന് ഇനിയും ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഇഫ് യു ഫീൽ ദിസ് ഇസ് യൂസ്ഫുൾ. ആൻഡ് യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.